ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കാനുള്ള ആഹ്വാനവുമായി ഹൈന്ദവ സംഘടനകൾ. ദേവസ്വം ബോർഡിന് പകരം ഭക്തജന പ്രാതിനിധ്യമുള്ള പത്മനാഭസ്വാമി ക്ഷേത്ര മാതൃകയിൽ ഭരണ സംവിധാനം വേണം. ക്ഷേത്രമോചനത്തിനായി അയ്യപ്പ ഭക്തർ രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെന്നും പ്രഖ്യാപനം. സ്വർണ്ണക്കവർച്ചയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയും അയ്യപ്പ സേവാ സമാജവുമാണ് സെക്രട്ടേറിയറ്റ് നടയിൽ സംയുക്ത ധർണ സംഘടിപ്പിച്ചത്. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയും ശബരിമല അയ്യപ്പ സേവാ സമാജവും സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ധർണ അക്ഷരാർത്ഥത്തിൽ ക്ഷേത്ര വിമോചനത്തിനുള്ള വിളംബര സന്ദേശമായി. ഇവിടെ ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള ക്ഷേത്രങ്ങളെക്കാൾ എത്രയോ ഇരട്ടി ക്ഷേത്രങ്ങൾ പുറത്ത് ഭക്തജനങ്ങൾ നടത്തുന്നില്ലേ? ആ ക്ഷേത്രങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു അഴിമതി നടന്നു എന്ന് ആരെങ്കിലും വെള്ളക്കടലാസിൽ എഴുതി കൊടുത്താൽ മതി ദേവസ്വം ബോർഡ് കടന്നു വരാൻ. ആ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ക്ഷേത്രം പിടിച്ചെടുക്കാൻ അഴിമതി നിങ്ങൾ കാരണമായി പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമിതി ചെയ്തിട്ടില്ല, അവരെ പിരിച്ചുവിട്ട് അടുത്ത ടീമിന് കൊടുക്കല്ലേ വേണ്ടത്? ആ ക്ഷേത്രം ദേവസ്വം ബോർഡ് തിരിച്ചെടുക്കാൻ. കാരണം വരുമാനമുള്ളതേ വേണ്ടു. വരുമാനമില്ലാത്ത ഒരു ക്ഷേത്രത്തിന്റെ പുറകെ ഇതുവരെ പോയിട്ടില്ല. എന്തുകൊണ്ടാണ് തിരുവാഭരണം ചോദിച്ചിരിക്കുന്നത്? അതുകൂടെ കയ്യിൽ കിട്ടിയാൽ ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയി മോൾഡ് ഉണ്ടാക്കി വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ വെക്കുക. ആരും ഇതിന്റെ മാറ്റമൊന്നും നോക്കില്ലേ? ഭഗവാന് ചാർത്തി കൊടുക്കുമ്പോ ഭഗവാന്റെ തങ്കയങ്കിയുടെ ഒക്കെ അവസ്ഥ എന്താന്ന് ഭഗവാൻ അറിയായിരിക്കാം. അത്രേ പറയാൻ പറ്റുള്ളൂ. കേരളത്തിൽ ഹൈന്ദവ സമൂഹം നടത്തുന്നത് ക്ഷേത്ര വിമോചന സമരമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു. നമ്മൾ വിചാരിച്ചു ഈ ജനാധിപത്യ യുഗത്തിൽ ഈ ദേവസ്വം ബോർഡുകൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുമെന്ന്. പക്ഷേ സംഭവിച്ചത് എന്താ? നേരത്തെ സംഭവിച്ച പോലെയാണ്. 25,000 ഏക്കർ മലബാർ ദേവസ്വം ബോർഡിന് പോയി, 3000 ഏക്കർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പോയി, 5000 ഏക്കർ നമ്മുടെ കുടൽമാണിക്യം ദേവസ്വത്തിന് പോയി, ഇതേപോലെ ഗുരുവായൂർ ദേവസ്വത്തിനും പോയി. ഇതെല്ലാം ക്ഷേത്രങ്ങളെ അന്യാധീനപ്പെടുത്തുന്ന സമീപനമാണ്. ഒരു കാലത്ത് പുറമേ നിന്നായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ ഉള്ളിൽ കിടന്നാണ് ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കാൻ അയ്യപ്പ ഭക്തർ രാജ്യവ്യാപക പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണെന്ന് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ STR കുമാർ പറഞ്ഞു. ദേവസ്വം ബോർഡിന് പകരം പത്മനാഭസ്വാമി ക്ഷേത്ര മാതൃകയിൽ ഭക്തജന പ്രാതിനിധ്യമുള്ള ഭരണ സംവിധാനം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതായത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് സുപ്രീം കോടതി നിയോഗിച്ച പോലെ കമ്മിറ്റി, പക്ഷെ അതിൽ തീർച്ചയായിട്ടും സത്യസന്ധന്മാരായിട്ടുള്ള ആളുകൾ വരണം. കൂടാതെ ഭക്തജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് തീർച്ചയായിട്ടും വേണം. ഇനിയും ഭക്തജനങ്ങളുടെ റെപ്രസെന്റേഷൻ ഇല്ലാതെ ഒരു തരത്തിലും ഒരു ക്ഷേത്രഭരണം നടക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ക്ഷേത്രഭരണത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. SIT അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും സ്വർണ്ണക്കവർച്ചയിൽ CBI അന്വേഷണം നടത്തണമെന്നും ധർണയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ പറഞ്ഞു. സാധാരണ ഒരു വിഷയമല്ല. അയ്യപ്പൻ കേരളത്തിற்கு மட்டும் சொந்தமானவர் இல்லை. எங்கள் குடும்ப தெய்வம். இன்னைக்கு அவருடைய உடம்பில் இருக்கக்கூடிய அவருடைய அந்த சொர்ணம் களவாடப்பட்டிருக்கிறது என்று சொன்னால் அதற்கு பதில் சொல்ல வேண்டியது இந்த முதலமைச்சர் பினராயி விஜயன் அவருடைய கடமை. வெள்ளை அறிக்கை அவர்கள் கொடுத்தாக வேண்டும். அதற்கான பொறுப்பினை அவர்கள் ஏற்றாக வேண்டும். SIT ஒன்று போட்டு ஹைகோர்ட்டினுடைய இதெல்லாம் எனக்கு திருப்தி கிடையாது. நீங்க கேரளத்தில் நீங்க நினைக்கிறீங்க. I am not at all satisfied with the SIT formed by the court. വെള്ളിമല വിവേകാനന്ദാശ്രമം മഠാധിപതി ബ്രഹ്മശ്രീ ചൈതന്യാനന്ദജി മഹാരാജ് സെക്രട്ടേറിയറ്റ് ധർണ ഉദ്ഘാടനം ചെയ്തു. പന്തളം കൊട്ടാരം മുൻ സെക്രട്ടറി നാരായണവർമ്മയായിരുന്നു അധ്യക്ഷൻ. അയ്യപ്പ സേവാ സമാജം നേതാവ് വിശ്വംബാപ്പ, ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ GK സുരേഷ് ബാബു, വിവിധ സാമുദായിക സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ ധർണയിൽ അണിനിരന്നു. ജനം, തിരുവനന്തപുരം.